ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ഒന്നാമത്തെ പാഠമായിട്ടുള്ള സമാന്തര വരകൾ, അതായത് പാരലൽ ലൈൻസ്. അതിലെ 22ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സ് മുഴുവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കൾ കാണാത്തവർ കാണുക. ഇത് 3rd ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ചിത്രത്തിലെ താഴത്തെയും മുകളിലെയും വരകൾ സമാന്തരമാണ്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ ദ ഫിഗർ ആർ പാരലൽ. താഴത്തെ ത്രികോണത്തിലെ 3ാം കോണും മുകളിലെ ചിത്രത്തിലെ എല്ലാ കോണുകളും കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ 3rd ആംഗിൾ ഓഫ് ദ ബോട്ടം ട്രയാങ്കിൾ ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ ടോപ്പ് ട്രയാങ്കിൾ. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ എന്താണ്, 2 കോണുകളുടെ അളവുകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3ാമത്തെ കോണ് കണക്കാക്കിയാൽ മതി. അതിനുശേഷം മുകളിലുള്ള ആ ചെറിയ ത്രികോണത്തിലെ ഫുള്ള് 3 ഭാഗത്തും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ റഫായിട്ടൊന്ന് ചിത്രം വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് പേര് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കിട്ടിയാൽ പേര് കൊടുത്താൽ നമുക്ക് എപ്പോഴും എളുപ്പമാണ് കേട്ടോ. ഇവിടെ AB എന്ന ലൈന്, അതുപോലെ തന്നെ ഇവിടെ CD കൊടുക്കാം, നടുക്ക് നമുക്ക് E കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ AB എന്ന ലൈനും CD എന്ന ലൈനും എന്താണ്, പാരലലാണ് അല്ലേ, സമാന്തര വരകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ത്രികോണങ്ങളാണുള്ളത്, ഏതൊക്കെ ട്രയാങ്കിളാണുള്ളത്? കോൺ CED എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഏതൊക്കെ ഉണ്ട്? നല്ല കോണല്ല, ട്രയാങ്കിൾ CED എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെയോ AEB അല്ലേ, ത്രികോണം AEB എന്ന് പറയുന്ന മറ്റേ ചെറിയൊരു ട്രയാങ്കിളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലത്തത് ഫസ്റ്റ് നോക്കാം. എന്താ വെച്ചാൽ ഇതിൽ 2 ഭാഗം ഫസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ത്രികോണം CEDയിൽ ഫസ്റ്റ് അത് നോക്കട്ടോ. നമുക്കറിയാം ത്രികോണത്തിൽ 3 ഭാഗങ്ങളുടെയും തുക എന്ന് പറയുന്നത് എത്രയാ, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ്? കോൺ ECD ഫസ്റ്റ് എഴുതാം. കോൺ ECD പ്ലസ് നമ്മൾ എപ്പോഴും ഇല്ലേ ഈ അളവ് ഇവിടെയുള്ള സീൻ്റെ കോൺ എഴുതുമ്പോൾ ഈ C നടുക്ക് വരണം കേട്ടോ. അതുപോലെ ECD അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഈ സീൻ്റെ അളവ് കിട്ടാൻ വേണ്ടി നമുക്ക് DCE അങ്ങനെ എഴുതിയാലും മതി, ECD ഇങ്ങനെ എഴുതിയാൽ ഏതായാലും സീൻ്റെ അളവാണ്, C ആണ് നടുക്ക് വരേണ്ടത്. അപ്പോൾ ഇതെഴുതി. ഇനി ഈ കോൺ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? D നടുക്ക് വരണം. CDE, കോൺ CDE പ്ലസ് ഇനി ഇത് ഈ അളവും കൂടെ കൂട്ടുമ്പോഴല്ല 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? DEC, കോൺ DEC എത്രയാ, സമം 180, 180 ആണ് അല്ലേ. പിന്നെ നമുക്ക് ഓരോന്നിൻ്റെ അളവ് തന്നത് കോൺ C ആണ് കേട്ടോ. ഇത് നടുവിൽ C അല്ലേ. അപ്പോൾ ഇതിൻ്റെ അളവ് എത്രയാ, 35, 35 തന്നിട്ടുണ്ട്. കോൺ CDEൻ്റെതോ 45 തന്നിട്ടുണ്ട്. പ്ലസ് കോൺ DEC സമം 180 ഡിഗ്രി. അതിലേക്ക് ഈ ഒരു കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അതായത് കോൺ DEC സമം, നമുക്ക് കണ്ടുപിടിക്കേണ്ട കോൺ DEC സമം 35 പ്ലസ് അല്ലേ 180 മൈനസ് 35 പ്ലസ് 45 എത്രയാ, 180 മൈനസ് 35 45 എത്രയാ, 50 80 അല്ലേ. 80 കിട്ടിയല്ലോ. അപ്പോൾ എത്രയാണ്, 180 മൈനസ് 80 100. അപ്പം നമുക്ക് ഇവിടെ ഉള്ള അളവ് കിട്ടി 100. അപ്പോൾ ഇത് 3ഉം കൂടെ കൂട്ടുന്ന സമയത്ത് 180 അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടിയാൽ നമുക്ക് ഇവിടുത്തത് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. എന്താണ് ഒരു പ്രത്യേകത ഉള്ളത്? ഇതിൻ്റെ എതിർക്കോണാണ് ഇത് അല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾ ആണിത്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും, തുല്യമാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു ത്രികോണത്തിൻ്റെത് എഴുതാം. അതിവിടെ എഴുതാം. ത്രികോണം AEBയിൽ അല്ലേ, അതാണ് അടുത്തത് നോക്കണേ. എന്താണ് AEB എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? CEDക്ക് തുല്യമാണ്. കോൺ CED സമമാണ് എന്ത്, എതിർക്കോണായതുകൊണ്ട് ഇത് C
സി ഇ ഡി. ഇത് 100 ഇതിൻ്റെ എതിർക്കോണാണ് ഇത്. അപ്പോൾ എങ്ങനെ എഴുതുക? കോൺ എ ഇ ബി സമമാണ് കോൺ എ ഇ ബി. അപ്പോൾ എത്രയാ? 100 അല്ലേ? 100 ആണ്. ഇവിടെ 100 ആയതുകൊണ്ട് ഇവിടെയും 100. അപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതുക എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? എതിർക്കോണാണ് എന്ന് എഴുതുക കേട്ടോ. എതിർക്കോൺ അത് നിങ്ങൾ എഴുതി കൊടുക്കണേ, എതിർക്കോണായതുകൊണ്ട് എന്നൊക്കെ. ഇനി ഇവിടെ കിട്ടി. ഇനി ഈ 2 കോണാണല്ലോ നമുക്ക് കിട്ടാനുള്ളത്. അപ്പം മക്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതും ഈ എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? പാരലൽ ആണല്ലേ? സമാന്തര വരകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 പാരലൽ ലൈൻസ് ഇപ്പം നീട്ടി ഇങ്ങനെ വരയ്ക്കുകയെന്ന് വിചാരിച്ചോളൂ. ഇതിങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ റഫായിട്ടാട്ടോ വരയ്ക്കുന്ന ഇങ്ങനെയുള്ള 2 സമാന്തര വരകളെ ഇതാ സി ബി എന്ന് പറയുന്ന ഒരു ലൈൻ കട്ട് ചെയ്യാണ്. അപ്പോൾ നോക്കുക, ഈ ഒരു ഭാഗത്ത് ഇതാ ഇവിടെയുള്ള കോണിൻ്റെ ഈ കോണും തമ്മിലൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇതാ 2 പാരലൽ ലൈൻസിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. 2 പാരലൽ ലൈൻസിന് ഇതാ മറ്റൊരു ലൈന് കൊണ്ട് കട്ട് ചെയ്യുകയാണല്ലേ. എ ഡി എന്ന് പറയുന്ന ഒരു ലൈന് കട്ട് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ കോൺ സി ഡി ഇ 45 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 45 തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്, മറുകോണാണ് അല്ലേ? ആ ഒരു ലൈന് കടന്നു പോകുമ്പോൾ അതിൻ്റെ 2 ഭാഗത്തുള്ള ആംഗിൾസ് ആണ് എന്ത്? ആൾട്ടർനേറ്റീവ് ആംഗിൾസ് അല്ലേ? പിന്നെ മറുകോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 45 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് 35 ആണെങ്കിൽ ഇതിൻ്റെ മറുകോൺ ഏതാ? ഇവിടെ. അപ്പോൾ ഇവിടെ എത്രയാ? 35 ആയിരിക്കും. അപ്പോൾ 100ഉം 45ഉം 35ഉം അവിടെ 180 ആയില്ലേ? അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? കോൺ ഇ സി ഡിക്ക് എന്താണ്? മറുകോണാണ് എന്ത്? തുല്യമാണ് നമുക്ക് എഴുതാം. കോൺ ഇ സി ഡിക്ക് തുല്യമാണ്. ഇ സി ഡിക്ക് തുല്യമാണ് ഇ ബി എ അല്ലെ എ ബി ഇ. കാരണം എന്താണ്? മറുകോണാണ്. മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആംഗിൾ ആണ് കേട്ടോ. അങ്ങനെ എഴുതാം. അതുകൊണ്ട് തന്നെ എത്രയാണ്? സമം 100 ആണ്. പിന്നെ ഇത് തമ്മിൽ നോക്കുക. കോൺ സി ഡി ഇ കോൺ സി ഡി ഇക്ക് തുല്യമാണ് ഏത്? കോൺ ബി എ ഇ. കോൺ ബി എ ഇ അതും എന്തുകൊണ്ടാണ്? ഇത് തന്നെ കേട്ടോ, മറുകോണാണ്, ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ 2 കോണിൻ്റെയും അളവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ കോൺ എ സമം 45, കോൺ ബി സമം 35 അങ്ങനെ എഴുതാട്ടോ. ഇനി 4ാമത്തെ ചോദ്യം. ചിത്രത്തിൽ വലിയ ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിൻ്റെ ഇടതും വലതും വശങ്ങൾക്ക് സമാനമാണ്. വലിയ ത്രികോണത്തിൻ്റെ മറ്റു 2 കോണുകളും ചെറിയ ത്രികോണത്തിൻ്റെ 3 കോണുകളും കണക്കാക്കുക. ആദ്യം ഞാനിവിടെ റഫായിട്ട് ഈ ചിത്രം ഒന്ന് വരച്ചിട്ടുണ്ട്. ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് പേര് നൽകാം. ഇവിടെ എ, ഇവിടെ ബി, സിന് മുകളിൽ ഡി കൊടുക്കാം. ഇതൊക്കെ ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഇത്രയും നമ്മൾ ഓരോ കോണിനും ഓരോ ആംഗിളിനും നമ്മൾ പേരുകൾ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് 60 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഈ കോൺ ഏതാണ്? 60 ഡിഗ്രി തന്ന കോൺ ഏതാണ്? എ ബി ഇ അല്ലേ? എ ബി ഇ അല്ലേ? അല്ലെങ്കിൽ ഇ ബി എ അങ്ങനെ എഴുതാം. ബി നടുക്ക് വരണം. ആ രീതിയിൽ ഏത് രീതിയിലും എഴുതാം കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ, ഇവിടെയുള്ള കോണുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ? സമാന കോണുകളാണ്. അപ്പോൾ അതാ നോക്കിക്കേ, ഇതിൻ്റെ ഈ ഒരു ലൈന് ഇ ബി എന്ന് പറയുന്ന ഈ ഒരു ലൈനും സി ഡി എന്ന് പറയുന്ന ഈ ഒരു ലൈനും എന്താണ്? ഇതുപോലെ ഈ ലൈൻ ഇങ്ങനല്ലേ പോണ്, ഇതുപോലെ ചെരിഞ്ഞിട്ടുള്ള ഇത് രണ്ടും സമാന്തര വരകളാണ് അല്ലേ?
അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരേപോലെയുള്ള കോണുകൾ രണ്ടും എന്താണ്? സമാന കോണുകൾ തുല്യമാണ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി, അവിടെ 60 ആയതുകൊണ്ട് ഇവിടെയും 60 ഡിഗ്രി. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ എന്തെഴുതാം? കോൺ എ ബി ഇക്ക് സമമാണ്, ഈക്വലാണ് കോൺ ബി സി ഡി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതാം കോൺ എ ബി ഇക്ക് ഈക്വലാണ് കോൺ ബി സി ഡി. അതെന്തുകൊണ്ടാ? കറസ്പോണ്ടിങ് ആംഗിളാണ് അല്ലേ, അതായത് സമാന കോണാണ്. അത് നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് അതപ്പോൾ എഴുതിയതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ളത് കിട്ടി. ഇനി കോൺ ഡി ബി സി പ്ലസ് കോൺ എ ബി ഡി അത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടണം? കണ്ടോ, കോൺ ഡി ബി സി എവിടെ? ഡി ബി സി, അതായത് ഈ ഒരു കോണും കോൺ എ ബി ഡി ഈ ഒരു കോണും തമ്മിൽ കൂട്ടുന്ന സമയത്ത്, അതായത് ഈ ലൈന് നമ്മൾ മനസ്സിൽ ഒഴിവാക്കി വെക്കുക. എ ബി ഡി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ പെടും. മനസ്സിലായ മക്കളെ? ഇങ്ങനെതാ ശ്രദ്ധിക്കണേ. എ ബി ഡി എന്ന് പറഞ്ഞ കോണിത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മൊത്തമായിട്ട് വരുന്ന കോണ്, ഈ നടുക്കുള്ള ലൈൻ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കോണും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. എന്താണ്? ലീനിയർ പെയർസാണ് അല്ലേ, ലീനിയർ ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലീനിയർ ആംഗിൾസിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അയൽവാസികൾക്കൊരു പ്രത്യേകത എന്തേനു? അവ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പം നമുക്കിവിടെ ഏതിൻ്റെ അളവ് തന്നിട്ടുണ്ട്? എ ബി ഡിയുടെ അളവ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതാം എ ബി ഡിയുടെ അളവ്. ആദ്യം കോൺ ഡി ബി സി പ്ലസ് എ ബി ഡിയുടെ എത്രയാ? 60 ഉണ്ട് 70 ഉണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? ആ ലൈന് വന്നതുകൊണ്ടാണ് രണ്ടായിട്ട് വന്നത്, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ഒപ്പരാണ് ഉണ്ടാവുക, കൂട്ടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പം കോൺ ഡി ബി സി കാണണമെങ്കിൽ എന്ത് ചെയ്യുക? 180-ൽ നിന്ന് 60 + 70 എത്രയാ? 60 + 70 130 ആണ് അല്ലേ. അപ്പം നമ്മൾ 180-ൽ നിന്നും 130 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. അപ്പോൾ 50 ആണ് ആര്? ഇവിടെ. ഇതിനെന്താ പറയുക? ഡി ബി സി. കോൺ ഡി ബി സി സമം കോൺ ഡി ബി സി സമം 50 ഡിഗ്രി. ഇവിടെ നമ്മൾ 60 കണ്ടുപിടിച്ചത് ഏതാണ്? കോൺ ബി സി ഡി സമം എത്ര കണ്ടുപിടിച്ചു? കോൺ ബി സി ഡി സമം 60 ഡിഗ്രി. അതാ ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ. കോൺ ബി സി ഡി സമം 60 ഡിഗ്രി. അതെന്തുകൊണ്ടാണ്? കോൺ എ ബി ഇക്ക് കറസ്പോണ്ടിങ് ആംഗിളാണ്, സമാന കോണാണ് എന്ത്? കോൺ ബി സി ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 60 ആണെങ്കിൽ ഇത് 60 ആണ്. പിന്നെന്താ പറഞ്ഞത്? ലീനിയർ പെയർസ് ഏതൊക്കെയാ? ഇവിടെ എ ബി ഡി എന്ന് പറയുന്നതും ഡി ബി സി എന്ന് പറയുന്നതും ഇത് രണ്ടും കൂടെ എന്താണ്? ഇവിടെ നമുക്ക് 3 എണ്ണം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്നാണ്, വലിയൊരു കോണാണ്. ഇത് ചെറിയൊരു കോൺ. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് 180 കിട്ടണം. അപ്പോൾ ഇവിടെയുള്ള അളവുകൾ തന്നിട്ടുണ്ട്, അത് കൂട്ടിയിട്ട് ബാക്കി 180-ലേക്ക് എത്രയാണ് വേണ്ടത്? 50 ആണ്. അപ്പോൾ ഇവിടെയുള്ള അളവും കിട്ടി. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഈ ഒരു കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ഒരു പണിയില്ലല്ലോ, ഇല്ലല്ലേ. അതെന്തുകൊണ്ടാണ്? ഒരു ത്രികോണത്തിലെ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് തമ്മിൽ 3 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പം കോൺ ബി ഡി സി സമം, ഇവിടെ എഴുതല്ലേ, കോൺ ബി ഡി സി സമം എത്രയാ? 50 + 60 എത്ര കിട്ടും? 110. അതുകൊണ്ട് തന്നെ 180-ൽ നിന്നും ഇവിടെ സമം എഴുതണ്ട. കോൺ ബി ഡി സി എന്താണ്? കോൺ ബി ഡി സി കാണണമെങ്കിൽ 50 + 60 അത് നമുക്ക് എങ്ങനെ എഴുതാം? ഏതിൻ്റെയൊക്കെ അളവാ?
കോൺ ഡി ബി സി പ്ലസ് കോൺ ഇവിടെ ഇങ്ങനെ എഴുതട്ടോ, കോൺ ബി ഡി സി സമം കോൺ ഡി ബി സി പ്ലസ് മറ്റേതും കൂടെ അപ്പുറത്തുള്ള സീൻ്റെ കോണും കൂടെ കോൺ ബി സി ഡി. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ അളവ് കോൺ ഡി ബി സി എന്ന് പറയുന്നത് 50 കോൺ ബി സി ഡി എന്ന് പറയുന്നത് 60. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 110. അപ്പം നമുക്ക് കോൺ ബി ഡി സി കാണാൻ വേണ്ടിയിട്ട് 180 നിന്നും 110 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 70 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാ? 70 ഡിഗ്രി. മനസ്സിലായോ? അപ്പോൾ കോൺ ബി ഡി സി സമം 70 ഡിഗ്രി. അപ്പോൾ ഈ ഒരു കോണും കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്ക് വലിയ ത്രികോണത്തിൻ്റെ നോക്കാം അല്ലേ, വലിയ ട്രയാങ്കിളിൻ്റെ നോക്കാം. ഇനി ഈ ഒരു എ ഇ എന്ന് പറയുന്ന ലൈനും അതുപോലെ തന്നെ ബി ഡി എന്ന് പറയുന്ന ലൈനും ഇതുപോലെയല്ലേ നിൽക്കുക? ഈ ഒരു ലൈനും ഈ ഒരു ലൈനും അതിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് ഏത്? ഇ ബി എന്ന് പറയുന്ന ഒരു ലൈന്. അപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഇങ്ങനെ 2 ലൈന് അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണിത്. അപ്പോൾ അതിൽ ഇവിടെയുള്ള കോണും തമ്മിലൊരു പ്രത്യേകത ഉണ്ടല്ലോ. വരൻ്റെ 2 ഭാഗത്ത് തമ്മിലുള്ള കോണുകൾ, ഇവിടെയുള്ള കോണും എന്താണ് പ്രത്യേകത? ആൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ് അല്ലേ, മറുകോണുകളാണ്. അപ്പോൾ മറുകോണുകൾ എന്താണ്? സെയിം ആണ്, തുല്യമാണ്. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെയും 70. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? കോൺ ഇ ബി ഡി സമമാണ് എന്ത്? കോൺ എ ഇ ബി. എന്തുകൊണ്ടാ? ആൾട്ടർനേറ്റീവ് ആംഗിൾ ആണ് അല്ലേ, മറുകോണാണ്. അതുകൊണ്ട് തന്നെ സെയിം ആണ്. ഇവിടെ 70 ആണ്, ഇവിടെ 70 ആണ്. അപ്പോൾ 2 ഭാഗത്തുള്ള അളവുകൾ കിട്ടിയല്ലോ. ഇനി കോൺ എ കിട്ടണമെങ്കിൽ, ആംഗിൾ എ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആംഗിൾ ഇ എ ബി സമം ഏതൊക്കെ തമ്മിൽ കൂട്ടുമ്പോഴാണ് അല്ലേ 180 കിട്ടണം. ആംഗിൾ അപ്പോൾ ഇ എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കുക, അതായത് ആംഗിൾ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 130 കിട്ടും. ബാക്കി 180ലേക്ക് എത്ര വേണം? ത്രികോണത്തിൻ്റെ 3 കോണുകളും കൂടെ കൂട്ടുന്ന സമയത്ത് 3 ആംഗിൾസും കൂടെ കൂട്ടുന്ന സമയത്ത് 180 ആണ് അല്ലേ, 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എത്ര വേണം? 130ലേക്ക് 50 ആണ് വേണ്ടത് അല്ലേ, ഇവിടെ 50 ആണ് വേണ്ടത്. അപ്പം നമുക്ക് എഴുതാം. അല്ലാതെ ഈ ആംഗിളും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിളാണ് കേട്ടോ. ആ രീതിയിലും മക്കൾക്ക് എഴുതാം. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? കോൺ ഇ എ ബി സമം എന്തെഴുതാം? കോൺ ഏതൊക്കെ തമ്മിലാണ് കൂടുമ്പോൾ എ ഇ ബി പ്ലസ് കോൺ അല്ല, ഇവിടെ പ്ലസ് എഴുതാം. പ്ലസ് ഈ 3 കോണുകളൂടെ കൂട്ടുന്ന സമയത്ത് ഏത് കിട്ടണം? 180 കിട്ടണം അല്ലേ. അപ്പോൾ ഇ ബി എ ഇത് 3ഉം കൂടെ കൂട്ടുന്ന സമയത്ത് 180 കിട്ടണം. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെ അളവുകൾ നമുക്ക് എഴുതാം. കോൺ ഇ എ ബി പ്ലസ് കോൺ എ ഇ ബി എത്രയാണ്? 70 ഡിഗ്രിയാണ്. കോൺ ഇ ബി എ 60 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? കോൺ ഇ എ ബി പ്ലസ് 130, അതായത് എന്നിട്ട് ഇവിടെ ഈക്വൽ ടു 180 എന്ന് എഴുതാം കേട്ടോ. 180 ഇവിടെയും അതുപോലെ തന്നെ 180 എന്ന് എഴുതാം. ഇനി ഇതിലുള്ള കോൺ ഇ എ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോൺ ഇ എ ബി ഈക്വൽ ടു 180 നിന്ന് എത്ര കുറയ്ക്കണം? 130 കുറയ്ക്കുമ്പം 50 ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടിയല്ലോ. ഇനി അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത് രണ്ടും തമ്മിൽ. ഏതൊക്കെ 2 ലൈനെയാണ് എ സി എന്ന ലൈൻ കട്ട് ചെയ്യുന്നത്? എ ഇ എന്ന ലൈനും അതുപോലെ തന്നെ ഇതാ ബി ഡി എന്ന ലൈനും. ഇത് രണ്ടിനെയും നമ്മൾ നീട്ടി ഇങ്ങനെ വരയ്ക്കാമെന്ന് വിചാരിക്കുക. അതിനെ എ സി എന്നുള്ള ഒരു ലൈന് കട്ട് ചെയ്യുന്ന നേരം ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ആ രീതിയിൽ എഴുതാം കേട്ടോ. മക്കൾക്ക് ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്.
ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ സാമാന്തരികത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലലോഗ്രാം. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിലെ കോണുകൾ കണക്കാക്കാം. അപ്പോൾ ഇതായ ഒരു ചിത്രം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് പേരുകൾ കൊടുക്കാം. ആദ്യം തന്നെ എ, ബി, സി, ഡി. അപ്പോൾ നമുക്ക് അളവുകൾ തന്നത് ഏതൊക്കെയാ? ഈ ഒരു കോണ് അളവുകൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒ എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒ ഡി സി എത്ര തന്നിട്ടുണ്ട്? 60 ഡിഗ്രി, 60 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എ ബി സി 110 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു കോണും തമ്മിലൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഈ രണ്ട് ആംഗിൾസ് തമ്മിലുള്ള എന്താ പ്രത്യേകത? എന്താ? എതിർ കോണുകളാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരുന്നു? തുല്യമാണ് അല്ലേ, സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോൺ എ ബി സിക്ക് സമമാണ്, ഈക്വൽ ആണ് എന്ത്? കോൺ എ ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം കോൺ എ ബി ഡിക്ക് ഈക്വൽ ആണ് കോൺ എ ഡി സി. അപ്പോൾ ഇവിടെ കോൺ എ ബി ഡിയുടെ അളവ് തന്നിട്ടുണ്ട്, 110 ആണ്. അപ്പോൾ 110 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോൺ എ ഡി സി സമം അങ്ങനെ എഴുതാം. കോൺ എ ബി ഡി സമം 110 തന്നിട്ടുണ്ട്. അതുകൊണ്ട് കോൺ എ ഡി സി സമം എത്ര? 110 ആയിരിക്കും. ഇത് 110 ആണെങ്കിൽ അതിൻ്റെ എതിർക്കോൺ ഓപ്പോസിറ്റ് ആംഗിൾ ആണിത്. അപ്പോൾ ഇതും 110 ആയിരിക്കും. പക്ഷേ ഇവിടെ 60 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ 2 കോണുകളാക്കി തിരിച്ചിട്ടുണ്ട് അല്ലേ? ഈ 110നെ 2 കോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ ഡി ഒ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണും ഒ ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണും. അപ്പോൾ എ ഡി ഒ പ്ലസ് 60 ആണ് എന്ത്? 110 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോൺ എ ഡി ഒ പ്ലസ് കോൺ ഒ ഡി സി. ഇതാ എ ഡി ഒ പ്ലസ് കോൺ ഒ ഡി സി. ഇതാ ഈ 2 കോണുകൾ കേട്ടോ, രണ്ടും നടുവിൽ ഡി വരണേ. അപ്പോൾ എന്താണ്? കോൺ എ ഡി ഒൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെയുള്ള അളവ് തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ എഴുതാം. കോൺ എ ഡി ഒ പ്ലസ് കോൺ ഒ ഡി സിൻ്റെ തന്നിട്ടുണ്ടോ? ഒ ഡി സി എത്രയാ? 60 സമം എത്ര കിട്ടണം? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 110 ആയതുകൊണ്ട് 110 കിട്ടണം. ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾ നിങ്ങൾക്ക് എഴുതാം കേട്ടോ, എതിർ കോണുകൾ എന്ന് എഴുതാം. അതിനുശേഷം ഇപ്പം 110 ആയതുകൊണ്ട് തന്നെ കോൺ എ ഡി ഒ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോൺ എ ഡി ഒ സമം 110ൽ നിന്ന് 60 കുറയ്ക്കുക. എത്ര കിട്ടും? 110ൽ നിന്ന് 60 കുറച്ചാൽ 50. അപ്പം കോൺ എ ഡി ഒ സമം 50 ഡിഗ്രി. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി അടുത്തത് വേറെ ഏത് കോണുകൾ, വേറെ ഏത് ആംഗിൾസ് തമ്മിലാണ് പ്രത്യേകതയുള്ളത് നമ്മൾ പഠിച്ചത്? ഈ കോണും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അത് നമ്മൾ പഠിച്ചതൊക്കെ എവിടെയെങ്കിലും പ്രയോഗിക്കാനുണ്ടോ നോക്കുക. ഈ കോണും തമ്മിൽ ആന്തര സഹകോണുകളാണ്, അതായത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 180 കിട്ടണം. അപ്പം നമുക്ക് കോൺ എ ബി സി പ്ലസ് കോൺ ബി സി ഡി സമം എത്ര കിട്ടണം? 180 കിട്ടണം. അതായത് കോൺ ബി പ്ലസ് കോൺ സി, ഇങ്ങനെ എഴുതാട്ടോ. കോൺ ബി പ്ലസ് കോൺ സി സമം 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമുക്കിവിടെ കോൺ ബിയുടെ അളവ് തന്നിട്ടുണ്ട് 110 പ്ലസ് കോൺ സി എത്രയാണ്? തന്നിട്ടില്ല. അപ്പോൾ രണ്ടും കൂടെ 180. ഇനി കോൺ സി കണ്ടുപിടിക്കുകയാണെങ്കിൽ 180ൽ നിന്നും 110 കുറയ്ക്കുമ്പം 70 ഡിഗ്രി അല്ലേ? കോൺ സി സമം 70 ഡിഗ്രി. ഇപ്പോൾ ഇവിടുത്തതും കണ്ടുപിടിച്ചല്ലോ. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇവിടെ എഴുതണം അല്ലേ? കോ ഇൻറ്റീരിയർ ആംഗിളാണ് കേട്ടോ. അതായത് ആന്തര സഹകോണുകളാണ്. കോണുകൾ വൃത്തിയിൽ എഴുതണേ.
അപ്പോൾ ഈ 2 ആംഗിളും നമുക്ക് കിട്ടി. ഇനി ഈ ആംഗിളും തമ്മിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇതും പോലെ തന്നെയല്ലേ ഇതും എന്താണ്? എതിർകോണുകളാണ്, ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെയും എത്ര കിട്ടണം? 70 കിട്ടണം. അതായത് എ എന്ന് പറയുന്ന കോൺ ഇത് രണ്ടും കൂടെ കൂട്ടിയാലാണ്. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70 കിട്ടണമെങ്കിൽ 30നോട് എത്ര കൂട്ടിയാലാണ് 70? 40. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു വഴിയായിട്ട് എഴുതണം അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? കോൺ DABക്ക് സമമാണ് എന്ത്? കോൺ DCB എഴുതാം. കോൺ ഏതാണ്? DABക്ക് സമമാണ് കോൺ BCD എന്ന് പറയുന്നത്. അത് രണ്ടും എത്രയാ? 70 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പോൾ നമ്മൾ കോൺ DABക്ക് സമമാണ് കോൺ BCD എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് 70 ഡിഗ്രിയാണ്. പക്ഷേ ഇവിടെ കോൺ DAB എന്നുള്ള പറയുന്നത് ഇവിടെ 2 ചെറിയ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് ഇതിന് തുല്യമാകുന്നത്. ഏതൊക്കെയാ? DAO പ്ലസ് OAB അല്ലേ? അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഇതിന് തുല്യമാകുന്നത്. അതായത് നമുക്ക് എഴുതാം കോൺ BCD സമം ഏതൊക്കെയാ? കോൺ DAO പ്ലസ് കോൺ OAB. അപ്പോൾ കോൺ BCD സമം കോൺ BCD 70 ആണ്. കോൺ DAO തന്നിട്ടുണ്ടോ? കോൺ DAO തന്നിട്ടില്ല. കോൺ OAB തന്നിട്ടുണ്ട്. അപ്പോൾ കോൺ DAO പ്ലസ് കോൺ OAB എത്രയാണ് തന്നിട്ടുള്ളത്? 30 ഡിഗ്രി. അപ്പോൾ ഇതെത്രയാ? കോൺ BCD 70 ആണ്. പിന്നെ ഇത് കോൺ DAO പ്ലസ് 30. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 70 അല്ലേ? 70ൽ നിന്നും 30 കുറയ്ക്കണം. അപ്പോൾ കോൺ DAO സമം അതിൻ്റെ ബാക്കി ഇവിടെ എഴുതാം. കോൺ DAO സമം 70 മൈനസ് 30 സമം 40 ഡിഗ്രി. അതായത് കോൺ DAO സമം 40 ഡിഗ്രി. DAO സമം ഇവിടെ 40 ഡിഗ്രി. അപ്പോൾ നമ്മൾ എല്ലാ കോണുകളും കണക്കാക്കിയോ? ഇല്ല അല്ലേ? ഇനി ഇവിടെയുള്ള O എന്നുള്ള ഒരു കോണും കൂടെ കിട്ടേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 അളവുകളും കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടണം? 180 കിട്ടണം. അതുകൊണ്ട് തന്നെ 50ഉം 30ഉം ഇവിടെ ഉണ്ട്. അപ്പോൾ 40ഉം ഇവിടെ ഉണ്ട്. 90 അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 90 ആയിരിക്കും. അത് നമുക്ക് എഴുതണ്ടേ? അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് നമുക്ക് എഴുതാം. ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് എന്ന് എഴുതിയിട്ട് തുടങ്ങുക കേട്ടോ. അതുകൊണ്ട് ഏതൊക്കെ കോണുകളാണ് അവിടെ ഉള്ളത്? കോൺ ADO പ്ലസ് കോൺ ADO പ്ലസ് കോൺ പിന്നെ ഏതാ? കോൺ ADO പ്ലസ്. അപ്പോൾ ഇത് 50 ഡിഗ്രീൻ്റെത് കിട്ടി. പിന്നെ 40ൻ്റെ വേണം DAO. കോൺ DAO പ്ലസ് പിന്നെ ഈ O എന്നുള്ള കോണ് വേണം DOA. കോൺ DOA സമം എത്രയാ? 3ഉം കൂടി കൂട്ടുമ്പോൾ 180 ആയിരിക്കും. 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏതിൻ്റെയൊക്കെയാണ് തന്നിട്ടുള്ളത്? ADO തന്നിട്ടുണ്ടോ? ഡീൻ്റെത് 50 പ്ലസ് പിന്നെ കോൺ DAO തന്നിട്ടുണ്ടോ? എൻ്റെത് 40 പ്ലസ് കോൺ DOA ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതും കൂടെ കൂട്ടുമ്പോഴാണ് 180. അപ്പോൾ കോൺ DOA സമം 180 മൈനസ് 50ഉം 40ഉം എത്രയാ? 90 സമം 90 ഡിഗ്രി. അതായത് കോൺ DOA സമം 90 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെയും കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് കേട്ടോ. അപ്പോൾ 3 പാർട്ടാക്കിയിട്ടാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.